അയ്യോ രാഹുലിന്റെ കാര്യം അങ്ങനെ നമ്മൾ പൊന്മുടിയുടെ പുൽമേടുകളിൽ എത്തിയിരിക്കുന്നു മച്ചാന്മാരെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരെ മൊത്തം പൊന്മുടിയിൽ പോവാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്, അടിപൊളി ക്ലൈമറ്റ് ആണെന്ന് എല്ലാവരും സ്റ്റാറ്റസ് ഇടുന്ന കണ്ടു. അതുകൊണ്ട് നമ്മൾ കൂട്ടുകാരൊത്ത് കാറിൽ പൊന്മുടി പോകുന്നു. മച്ചാമാരെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവന്മാര് കാറിൽ എന്നെ വിളിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പോവാ, അസ്ന പോവാ കേട്ടോ, അച്ചു പോകുന്ന കേട്ടോ. അല്ല അടിപൊളി മഴ ഗൈസ്. എന്തായാലും കാറിൽ പോകുന്ന കാര്യം ബൈക്കിലും എല്ലാവരും മഴയിൽ നനഞ്ഞ് കുളിച്ച് പോകേണ്ടി വന്നേനെ. ഒരുപാട് പേര് നമ്മളെ കൂട്ടുകാർ പൊന്മുടി പോയിട്ട് ഒരുപാട് സ്റ്റാറ്റസുകൾ ഇട്ടു. അടിപൊളി ക്ലൈമറ്റ് ആണ്, പോകുന്നെങ്കിൽ ഇപ്പൊ പോണം മച്ചാമാരെന്ന് പറഞ്ഞ അടിപൊളി ക്ലൈമറ്റ് ആണെന്നും പറഞ്ഞ് അവർ സ്റ്റാറ്റസ് ഇട്ടു. പക്ഷേ നമുക്ക് ഇതുവരെ പോകാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇന്ന് പോകാൻ തീരുമാനിച്ചത്. കാരണം നാളെ ഞായറാഴ്ച ലോക്ക്ഡൌൺ ആണെന്ന് പറയുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് ലോക്ക്ഡൌൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ പോകാൻ തീരുമാനിച്ചത്. അപ്പൊ അവന്മാരെ കാത്തു നിൽക്കുകയാണ്. അവന്മാര് വരുന്നില്ല. പുല്ല് അവന്മാർ എന്ത് ചെയ്യും? രാവിലെ വിളിച്ച് 12 മണിക്ക് തന്നെ പോകണമെന്നും പറഞ്ഞ് വിളിച്ചിട്ട് കട്ട് ചെയ്തവന്മാരെ. ഞാൻ ഇപ്പൊ ഒരുങ്ങി 1 മണിയായി, ഇതുവരെ അവന്മാരെത്തിയില്ല. പോസ്റ്റ് എന്ന് പറഞ്ഞ ഇജാതി പോസ്റ്റ് ഷിറ്റ് ഗൈസ്. ഇപ്പൊ സമയം 1:15. ഞാൻ ഇപ്പൊ അവന്മാരെ വിളിച്ച് വെച്ചതേ ഉള്ളൂ. ഇതുവരെ അവന്മാർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. ഞാൻ രാവിലെ നമ്മുടെ ലിബ്രാസ് എന്നുള്ള മെയിൻ ചാനലിൽ എന്തെങ്കിലും വൈൻ വീഡിയോ ഇട്ടിട്ട് 3 ദിവസമായി. അതുകൊണ്ട് ഞാൻ ഒരു വൈൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ്. അപ്പൊ അതിന്റെ തിരക്കിലായിരുന്നു ഇവന്മാരെ വിളിച്ചിട്ട് 12 മണിക്ക് തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞത്. പക്ഷേ ഇതുവരെ ഒരു പൂച്ചക്കുഞ്ഞോലും ഇവിടെ വന്നില്ല. അവന്മാരെ വിളിച്ചിട്ട് ഇതുവരെ എത്തിയതുമില്ല. പോസ്റ്റ് ഗൈസ്. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് അവന്മാർ എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം. യെസ് ഗൈസ്, അവന്മാരതായി എത്തി. വരുന്നു. അങ്ങനെ എന്നെ 1 മണിക്കൂർ പോസ്റ്റ് ആക്കിയ പൊന്മുടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇതുവരെ നിങ്ങൾ എന്റെ കൂട്ടുകാരന്മാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പൊന്മുടി എത്തുന്നത് വരെ നമുക്ക് കൂട്ടുകാരെ പരിചയപ്പെടാം. ഇതാണ് നമ്മൾ ബി എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ബിൻഷാദാണ് ഞങ്ങളുടെ ഡ്രൈവർ. പിന്നെ ഞങ്ങളുടെ രാഹുലുണ്ട്. രാഹുലാണ് എന്റെ ലൈഫിലെ ആദ്യത്തെ ഷോർട്ട് ഫിലിം പിടിച്ച ഡയറക്ടറാണ് രാഹുല്. ഗോട്ടി എന്നാണ് പേര്. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. രാഹുൽ വിനോദിന്റെ ഗോട്ടി ഒരു യവന സുന്ദരി. പിന്നെ ഞങ്ങളുടെ റഫീഖ്, ജിമ്മൻ റഫീഖാണ് ഞങ്ങളുടെ ജിമ്മൻ റഫീഖ്. പിന്നെ അതുകൊണ്ട് ലാസ്റ്റ് ഇരിക്കുന്ന നമ്മുടെ ആസിഫ് റഫീഖ്. ആസിഫിന്റെ അടുത്തിരിക്കുന്ന പറയടാ ഷാഹിദ്. ഏറ്റവും ബാക്കിലിരിക്കുന്നതാണ് ഷാഹിദ് ഷിഹാബുദ്ദീൻ. ലിബ്രാസർ എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തത് ഷാഹിദാണ് നമ്മുടെ ലിബ്രാസർ എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തത്. ബി ഒന്നും ശ്രദ്ധിക്കാതെ ബി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയിലെ ഡ്രൈവിംഗ് കോൺസെൻട്രേഷൻ ആണ് ബിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗൈസ്. ഇറങ്ങുമ്പോഴായിരിക്കും ഇവിടെ മഞ്ഞ്. എന്റെ പൊന്നു മച്ചാമാരെ, റോഡിന്റെ അവസ്ഥ നോക്കൂ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ കൊക്കയാണ് ഗായ്സ്. നമ്മുടെ ബിയുടെ പവറാണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. എന്റെ പൊന്നോ, ഇജാതി ഡ്രൈവിംഗ് ഗായ്സ്. അങ്ങനെ നമ്മൾ പൊന്മുടിയുടെ എയർപിന്നെ കയറി മണ്ടയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല തിരക്കുണ്ട്. പക്ഷെ ക്ലൈമറ്റ് വിചാരിച്ച പോലെ ഇല്ല. എന്നാലും നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി കട കണ്ടു. കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അവന്മാർക്ക് മേടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കണ്ടോ എന്തോടാ കുറയ്ക്കാൻ വേറൊന്നും മേടിച്ചില്ലേ? ബിൻഷാദാണ് നമ്മുടെ ഇന്നത്തെ സ്പോൺസർ. ബിൻഷാദ് പക്കാവടയും 2 50-50 ബിസ്ക്കറ്റും മേടിച്ചിട്ടുണ്ട്. വെള്ളം മേടിച്ചിട്ടുണ്ട്. മുറുക്കും 95 രൂപ. നമ്മളെപ്പോലെ ഒരുപാട് പേര് സ്റ്റാറ്റസ് കണ്ടിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. റൈഡേഴ്സിന്റെ കോട്ടയാണ് ഇവിടെ മുഴുവനും. ക്ലൈമറ്റ് ചെറുതായിട്ട് വന്ന് തുടങ്ങുന്നുണ്ട്. താണ്ട ഫുള്ള് റൈഡേഴ്സാണ് ഇവിടെ എല്ലാം നിൽക്കുന്നത്. മൊത്തം നമ്മുടെ പ്രായത്തിലുള്ള മൊത്തം നമ്മുടെ മച്ചന്മാരാണ്. പിന്നെ ബിസ്ക്കറ്റ് എന്തിയാടാ? ബി മേടിച്ച ബിൻഷാദ് മേടിച്ച ബിസ്ക്കറ്റ് കൊടുറാ. ഇന്ന് രാത്രി ഹോട്ടലിൽ കൊണ്ടുപോയില്ലെങ്കിൽ നോക്കിന്നിട്ട് വ്ളോഗൊക്കെ അവിടെ നിർത്തും. നമ്മളങ്ങനെ മഞ്ഞിന്റെ അടിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്.
അടുത്തതായി ലിബ്രോസർ ഞങ്ങൾക്ക് ഫുഡ് വാങ്ങിച്ചു തരും ഗായ്സ്. അവന്റെ വാ തുറന്നാൽ അതേ ഉള്ളു ഗായ്സ്. നമ്മളെ ഈ കണ്ണി കാണുന്ന ഈ മൊബൈല് കിട്ടിയായിരുന്നു. എന്റെ മോനെ എടാ ഇത് മൊബൈലിനകത്ത് എല്ലാം കാണാമല്ലോ. ഗായ്സ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല തിരക്കുണ്ട്. ഗായ്സ് സത്യം പറഞ്ഞ ഇവിടെ ഫുള്ള് മഞ്ഞുണ്ട്. പക്ഷെ ഐഫോണിനകത്തൊന്നും കാണുന്നില്ല. വെറുതെ പൈസ കൊടുത്ത് മേടിച്ച്. ഐഫോണിൽ മഞ്ഞ് വരുന്നുണ്ടോ? എന്റെ പൊന്നേ മഞ്ഞ്. ആ ചെറുതായിട്ടൊക്കെ മൊബൈൽ കാണാൻ പറ്റുന്നുണ്ട്. മഞ്ഞല്ല റോഡ്. ഗായ്സ് താഴെ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. നിങ്ങൾ വരുന്നെങ്കിൽ വരൂ സുഹൃത്തുക്കളെ. പൊളി ബിസ്ക്കറ്റ് ഞങ്ങളെ ഡ്രസ് മൊത്തവും ഫുഡ്. ഗായ്സ് ഇജാതി ക്ലൈമറ്റ് ഒരു രക്ഷയില്ല ഗായ്സ്. എന്റെ പൊന്നു നോക്കൂ ഗായ്സ്, നിങ്ങൾ വരൂ. എന്റെ പൊന്നു പണ്ടാരോ പറഞ്ഞ പോലെ നിങ്ങൾ എന്തിനു വീട്ടിലിരിക്കുന്നു സുഹൃത്തുക്കളെ? നിങ്ങൾ ആധാരം പണയം വെച്ച് വരൂ. മഞ്ഞ് വീഴുന്നു. ക്യാമറ വെച്ചോളാം. മഞ്ഞ് വിടുകയാണ്. അതല്ല ബിസ്ക്കറ്റ് അല്ല, പിന്നെ കവറ് ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? പച്ചപ്പ് തേടി ഞാൻ കൂട് വിടു. നമ്മളങ്ങനെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ റിസോർട്ടിന്റെ പാർക്കിംഗ് ഏരിയ. ഇതൊന്നുകൂടെ കല്ലറയാണോ? ടാറ്റാ. ആൾക്കാർ കാണുന്നുണ്ടോ? ഗായ്സ് അങ്ങനെ നമ്മൾ പൊന്മുടി എത്തിയിരിക്കുകയാണ്. ഷാഹിദ നടന്നൊന്ന് വാടാ. ഗായ്സ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല അടിപൊളി തിരക്കുണ്ട്. ഒരു ഉത്സവത്തിന്റെ തിരക്ക് നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. ഷാഹിദ എടാ പെട്ടെന്ന് വാ. മച്ചാമാരെ നമ്മുടെ കൂട്ടുകാർ സ്റ്റാറ്റസ് ഇട്ടപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്റെ പൊന്നെ ഹെവി ക്ലൈമറ്റ് ഗായ്സ് നോക്കൂ. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ക്യാമറയിൽ കിട്ടുന്നില്ല. അല്ലാതെ നമ്മുടെ കണ്ണിൽ എന്ത് കിടിലമാണ് ഗായ്സ്. ഘോര വനങ്ങളിലൂടെയാണ് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നെ, നിങ്ങൾ ഈ വ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും പൊന്മുടിയിൽ വരണം. കാണൂ. ഹലോ എന്റെ പൊന്നു, ഇജാതി ക്ലൈമറ്റ്, ഇജാതി ചെളി, പൊളിക്ക് മുത്ത 2K സപ്പോർട്ട്. ആവാച്ചി ഉയിര് അത് വേണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പൊന്മുടിയുടെ പുൽമേടുകളിൽ എത്തിയിരിക്കുന്നു മച്ചാമാരെ. നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ, എന്റെ ഈ വ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ എല്ലാരും വരണം. എല്ലായിടത്തും കാണിക്കണ. എന്റെ പൊന്നെ, ഇജാതി ക്ലൈമറ്റ്, പൊളി പൊളി പൊളി. അസല അങ്ങോട്ട് പോ, അസല അങ്ങോട്ട് പോ.
ഓടിപ്പോ ഓടിപ്പോ. വരൂ ഗൈസ്, നമുക്ക് പുൽമേടുകളിൽ രാപ്പാർക്കാം. വരൂ ഗൈസ്, എന്തിനീ ജീവിതം. ഗൈസ്, ഞങ്ങളെ പോലെ സിംഗിൾ ആയ ഒരു മരം. നിങ്ങളിത് കാണുന്നില്ലേ? മലമുകളിലെ മഴ. മച്ചാമാരെ, നല്ല അടിപൊളി ഒരു മഴ പെയ്തു. അത് കഴിഞ്ഞാണ്ട് നമ്മുടെ കൂട്ടുകാർ അവിടെ നിന്ന് സെൽഫി എടുക്കുകയാണ്. സെൽഫി എടുക്കുന്ന തിരക്കിലാണ്. എല്ലാവരും ഈ വ്ലോഗ് കാണുന്ന ആരാണെങ്കിലും ഇവിടെ വരണം. ലോക്ക്ഡൌണിന് മുമ്പ് മാക്സിമം എല്ലാവരും ഇവിടെ വന്ന് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യണം. ലൈഫ് ഒന്നേ ഉള്ളൂ ഗൈസ്. ഞാൻ അനുഭവത്തിൽ പറയണം, അടിപൊളി സ്ഥലം പൊന്മുടി. ഗൈസ്, അപ്പൊ നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ്. ഇവിടെ 4 മണി വരെ ചെക്കിൻ ഉള്ളൂ. 6:30 5:30 സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരെയും വിസിലടിച്ച് പറഞ്ഞു വിടും. ഇപ്പൊ താണ്ട് ഏകദേശം 5:30 6:30 സമയമായി. നമ്മളെല്ലാം ഇവിടുന്ന് പോവാണ്. ബൈ പൊന്മുടി, ബൈ. അങ്ങനെ പൊന്മുടി ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. ബി നമ്മുടെ വണ്ടി എടുത്തിരിക്കുന്നു. ബി എന്ന് പറഞ്ഞാൽ ബിൻഷ മുമ്പേ നമ്മൾ പരിചയപ്പെടുത്തി. ഗൈസ്, ഞാൻ വീണ്ടും പറയുന്നു, നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. മഴ പെയ്തെങ്കിൽ എന്താ, നനഞ്ഞ് കുളിച്ചെങ്കിൽ എന്താ, നല്ല അടിപൊളി. നമ്മൾ കഷ്ടപ്പെട്ട് വന്നതിന്റെ പ്രതീക്ഷിച്ചതിനും അപ്പുറം ഒരു അനുഭവമാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. നമ്മളിപ്പം തിരിക്കുകയാണ്. ബി വണ്ടി എടുത്തു. ബി എന്ന് പറയാൻ നമ്മൾ മുമ്പേ പരിചയപ്പെടുത്തി ബിൻഷാദ്. ബി പോവല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? രാഹുൽ അങ്ങനെ ഒടുവിൽ നമ്മുടെ ഹോം ടൗൺ ആയ കൊല്ലത്തെത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അയ്യോ, രാഹുലിന്റെ കാര്യം ചോര. എടാ, എല്ലാവരുടെ പുറത്തും ഉണ്ടെന്ന് തോന്നട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയിലെത്തിയിരിക്കുന്നു. എല്ലാവരുടെ കാലിലും കൊളയട്ട കടിച്ചെന്ന് തോന്നുന്നു. എന്റെ കാലിലും ചോര ഉണ്ടോ? ഇനിയിപ്പോ വീട്ടിൽ ചെന്ന് ഡ്രസ് വരുമ്പോ അറിയാം. അങ്ങനെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കുളം എത്തി. അല്ല, അത് തരത്തില്ല, അവനെ കാണത്തില്ല. നമ്മളെ വീടെത്തി. എന്താ വേറെ കേട്ടിട്ടുണ്ടോ? അപ്പൊ പോട്ടേടാ, ബൈ ബൈ. എടാ, എന്റെ പുറമൊക്കെ കടിക്കുന്നു. ഓക്കെ, ബൈ. ചെലവ് ചെയ്യാം. ബിൻഷാദ ബൈ. രാഹുലെ, റഫീഖ പോന്നു, ബൈ. ഗൈസ്, അങ്ങനെ നമ്മളൊരു അടിപൊളി ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് കിടന്നുറങ്ങാനുള്ള സമയം. നല്ല ക്ഷീണമുണ്ട്. അത്ര മഞ്ഞും മഴയും കൊണ്ട് ഒരു പരുവായിരിക്കുന്നു ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയ വ്ലോഗിന് വേണ്ടി കാത്തിരിക്കുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കരോ, ഷെയർ കരോ, സബ്സ്ക്രൈബ് കരോ.